ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡേ ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. യാതൊരുവിധ കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് നമുക്ക് നരച്ച മുടിയൊക്കെ മാറ്റി നല്ല ബ്ലാക്ക് കളർ ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ഡേ ആണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഹെയർ ഡേ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അത്രയും റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഡേ ആണ് കേട്ടോ. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് ഈ ഒരു ഹെയർ ഡേ തയ്യാറാക്കാനായിട്ട് ആവശ്യമില്ല കേട്ടോ. പക്ഷേ എന്നാൽ നമ്മളിതിൽ പറയുന്ന ആ ഒരു ഇൻഗ്രീഡിയൻസ് ഒന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഹെയർ ഡേ ആണ് കേട്ടോ. നമുക്കിതിന് 3-4 ഇൻഗ്രീഡിയൻസ് മാത്രം മതി തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കാണിക്കുന്നുണ്ട്, അതിൻ്റെ ആ ഒരു റിസൾട്ടും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഹെയർ ഡേ തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഹെയർ ഡേ തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം. ഡൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാനിവിടെ ഒരു ഇരുമ്പ് ചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫസ്റ്റ് വേണ്ടത് കോഫി പൗഡറാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബ്രൂവിൻ്റെ ഈ ഒരു 2 രൂപയുടെ സാക്ഷിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതൊരു 5 കവർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഫി പൗഡർ വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്ന കോഫി പൗഡർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഞാനിവിടെ ഒരു 5 സാക്ഷി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ, വീട്ടിൽ പൊടിച്ചതാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 5 സ്പൂൺ അല്ലെങ്കിൽ ഒരു 4 സ്പൂൺ അളവിൽ നിങ്ങൾ എടുക്കണം കേട്ടോ. കാരണം ഇത് നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ കിട്ടണം. ഈ ഒരു കളർ നമുക്കൊന്ന് ലാസ്റ്റ് ചെയ്യുന്നതിനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഈ ഒരു സാക്ഷി 5 കവർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഓരോന്നായിട്ട് പൊട്ടിച്ച് ഈ ഒരു ഇരുമ്പ് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 5 കവർ സാഷയും പൊട്ടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീട്ടിൽ പൊടിച്ചെടുത്ത കോഫി പൗഡറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു സ്പൂൺ നിറയെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 4 സ്പൂൺ അളവിൽ എടുത്താൽ മതി കേട്ടോ. അതല്ല ഇതുപോലുള്ള സാഷയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 5 കവർ സാഷയും എടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഒരു ഗ്ലാസ് അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇത്രയും വലിയൊരു അളവിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിന് ആണ് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ഇത് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരണം കേട്ടോ. വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റി വരണം. അപ്പോൾ ഇതിവിടെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് കുറച്ചുകൂടെ ഒന്ന് തിളച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ കോഫി പൗഡർ ഒന്ന് വറ്റി ഒന്ന് പകുതി അളവിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1 സ്പൂൺ അളവിൽ നെല്ലിക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ അളവിൽ ഹെന്ന പൗഡർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ താടിയിൽ അപ്ലൈ ചെയ്യാനായിട്ടാണ് ഇത് അളവ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ മുടിയിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റിയിൽ എടുത്താൽ മതി കേട്ടോ.
ഇനി ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ ഇൻഡിഗോ പൗഡർ കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ അട്ര ആയുർവേദയുടെ ഇൻഡിഗോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് 1 സ്പൂൺ, ഒരു 1-1.5 സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് കട്ടയൊന്നും ഇല്ലാണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇത് നമുക്കൊന്നുകൂടി ഒന്ന് തിളപ്പിച്ച് നമ്മുടെ ആ ഒരു ഡൈ അപ്ലൈ ചെയ്യുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുക്കണം കേട്ടോ. ഇത് തിളച്ച് വരുന്നതിനനുസരിച്ച് ഇതിൻ്റെ കട്ടയൊക്കെ മാറി നല്ല സ്മൂത്തായിട്ടുള്ളൊരു ടെക്സ്ചറിലായി വരും. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് തണുക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അത് നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ. അപ്പോൾ നമ്മുടെ ഡൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടൊക്കെ പോയി നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിനി ഇൻഡിഗോ പൗഡർ അലർജിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഡിഗോ പൗഡർ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇൻഡിഗോ പൗഡർ ചേർക്കാതെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഹെയർ ഡൈ തയ്യാറാക്കാം. പക്ഷേ നമ്മൾ ഇൻഡിഗോ പൗഡർ കൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കളർ കുറച്ചുകൂടി ഒന്ന് ലാസ്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഇൻഡിഗോ പൗഡർ അലർജി ഇല്ലാത്തത് കൊണ്ടാണ് ഞാനത് ഇൻഡിഗോ പൗഡർ കൂടി ഇതിൽ ചേർത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അലർജി ഉണ്ടെങ്കിൽ നിങ്ങളത് സ്കിപ്പ് ചെയ്യുക. അലർജി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളത് കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇൻഡിഗോ പൗഡർ സ്കിപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടൊരു 3 ദിവസം അടുപ്പിച്ച് ഇതൊന്ന് തേച്ച് കൊടുക്കണം കേട്ടോ. കാരണം നമ്മളത് ഒരു തവണ ഉണ്ടാക്കി വെക്കുമ്പോൾ തന്നെ നമുക്കതൊരു 3 ദിവസത്തേക്ക് നമുക്ക് ഒരുമിച്ച് സ്റ്റോർ ചെയ്ത് വെച്ചേക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടൊരു 3 ദിവസം ഇത് അടുപ്പിച്ച് ഈ ഒരു ഹെയർ ഡൈ തേച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ നിങ്ങളത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ മുടിയിലാണ് ഇത് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മുടി നന്നായിട്ട് ഷാമ്പു വാഷൊക്കെ ചെയ്ത ഒരു മുടിയായിരിക്കണം. ഒട്ടും എണ്ണമയം ഇല്ലാത്ത മുടിയിൽ വേണം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ. അതിനുശേഷം നോർമൽ വാട്ടറിൽ കഴുകി കളഞ്ഞാൽ മതി. ഷാമ്പൂ താളിയൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. എല്ലാ പ്രായക്കാർക്ക് യൂസ് ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡൈ ആണ്. അത്രയും റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഹെയർ ഡൈ ആണ് കേട്ടോ. എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിനി ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ താടിയിലാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്